കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 49 പേരെയും തിരിച്ചറിഞ്ഞു. ഇതിൽ 47 പേരും ഇന്ത്യക്കാരാണ്. 3 പേർ ഫിലിപ്പീൻ സ്വദേശികളാണ്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് NBTC ഗ്രൂപ്പ് 8 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട്. സുരേഷ്, മരിച്ച മലയാളികളുടെ എണ്ണം എത്രയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? അതിൽ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇന്ന് തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവോ? പ്രതീക്ഷിതത്തിൽ ഏറ്റവും പ്രധാനം ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. എല്ലാ നടപടികളും ഇന്ന് രാത്രിയോടുകൂടി തന്നെ പൂർത്തിയാക്കി ഇന്ന് രാത്രി തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി കുവൈറ്റ് അമീർ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനമെല്ലാം സജ്ജമാക്കി നിർത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം കുവൈറ്റ് അമീറിന്റെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം ഉണ്ടായാൽ പിന്നെ ഒരു കടുകിട വ്യത്യാസമില്ലാത്ത ആ തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ് അധികാരികൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ എങ്ങനെ എന്തെല്ലാം വഴികൾ സാധ്യമായിട്ടുണ്ടോ ആ വഴികളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാത്രി തന്നെ എല്ലാ മൃതദേഹങ്ങളും എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 49 പേർ മരിച്ചതിൽ 46 പേരും ഇന്ത്യക്കാരാണെന്ന് ഇപ്പോൾ അല്പം മുൻപ് സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചറിയാത്ത മൃതദേഹങ്ങളില്ല. അതോടൊപ്പം ഈ മരിച്ച 24 ഇന്ത്യക്കാരിൽ 20 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി 4 പേരെയാണ് ഇനിയിപ്പോൾ ശേഷിക്കുന്നത്. ആ നടപടികൾക്കൂടെ ഉടനെ അത് പൂർത്തിയാകും. അതോടുകൂടി എല്ലാ മൃതദേഹങ്ങളുടെയും തിരിച്ചറിയൽ നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം അയക്കാവുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ തന്നെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹം എത്തിക്കുന്ന നടപടികളായിരിക്കും ഇവിടെ നിന്നും ഉണ്ടാകുക. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ കുവൈറ്റിൽ നൽകിയത്.